കൊല്ലങ്കോട് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാദർശൻ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് പയ്യന്നൂർ ചൈതന്യ മണ്ഡപത്തിൽ നടന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചടങ്ങ് സ്വാമി അശ്വതി തിരുനാൾ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ മയക്കുമരുന്നിൽ വീണ കുറെ ചെറുപ്പക്കാർ, ദയനീയമാണ് അവസ്ഥ. അമേരിക്കയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ തെരുവുകളിൽ ഇങ്ങനെ കുനിഞ്ഞു ഇവിടുത്തെ വയസ്സായ അമ്മൂമ്മമാർ കുനി പോകുന്നില്ലേ, അതുപോലെ പോകുന്ന നൂറുകണക്കിന് ആളുകളെ കാണാം. കിടന്ന് ഭ്രാന്തടുത്ത് റോഡിൽ കിടക്കുന്നു. അവരെ സഹായിക്കാൻ ആരുമില്ല. ഒരു തുള്ളി മരുന്നിനോടെ ആരെയും കൊല്ലുവരെ അവർ ലോകത്തെ വെറുക്കുന്നു, തന്നെ വെറുക്കുന്നു. അതിലൂടെ നമ്മുടെ കേരളവും പോയിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ വളരെ വേറൊരു കാര്യം കാണിച്ചു. ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന മൊബൈൽ സൈക്കോസിസ് എന്ന് പറയുന്ന രോഗത്തെ അടിമപ്പെട്ട കുട്ടികൾ, എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കാൻ മാനസികാവസ്ഥയുള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉണ്ടല്ലേ ചെറുതായിട്ട്. അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവർക്ക് സംഭവിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ അവരെങ്ങനെ കറങ്ങി ഞാൻ കണ്ടു അത്ര കുട്ടികൾ തികഞ്ഞ മാനസിക രോഗികളാണ്. ആ ഫോൺ അവരുടെ നിന്ന് മാറ്റിയാണെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും. അത്ര കണ്ട് മറ്റൊരു ലോകത്ത് കൊറിയയിലെ ഒരു ഡാൻസിങ് ഗ്രൂപ്പിന്റെ ഫാൻസായിട്ട് മാറിയിട്ട് 12 വയസ്സുള്ള 3 കുട്ടികൾ ഇവിടെ നിന്ന് പോയി വിശാഖപട്ടണത്തിൽ പോയി അവിടെ കപ്പലിൽ കയറിയ കൊറിയയിലെത്തുന്ന വിചാരിച്ചു പോയി. അവിടെ വെച്ച് പിടിച്ചു. വിദ്യാഭ്യാസം വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പുരോഗതിക്ക് അടിസ്ഥാന ശക്തിയാണെന്നും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തി സമൂഹത്തിന് മാതൃകയാകണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. 11 വിദ്യാർത്ഥികൾക്കാണ് വിദ്യാദർശൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. വിദ്യാഭ്യാസ രംഗത്തെ മികവിനെയും വിദ്യാർത്ഥികളുടെ ഭാവി വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി ശ്രദ്ധേയമായി. പ്രോഗ്രാം കോർഡിനേറ്റർ നാരായണൻകുട്ടി പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് എ ശാന്തൻ മേനോൻ സ്വാഗതവും സെക്രട്ടറി ജയപ്രകാശ് മേനോൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.